അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. വീണ്ടും എൻ്റെ യൂട്യൂബ് ചാനൽ ഗീത സാബു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു കക്ക ഇറച്ചി എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് എൻ്റെ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമ്മളൊരു പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് കടുക് അതിലേക്ക് ഇടാം. അപ്പോൾ ഗേസ് കടുക് പൊട്ടി നന്നായി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഇതിലേക്ക് ചെറുള്ളിയാണ്, കുറച്ച് ചെറുള്ളി 1/2 കിലോ കക്കയിറച്ചിക്കുള്ള ചെറുള്ളിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് നമുക്കിതിനകത്തേക്ക് നന്നായിട്ട് ഇട്ട് വഴറ്റാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ്, ഒരു ലേശം ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് വഴണ്ട് റെഡിയായി വരാനായിട്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വേണം തേങ്ങാക്കൊത്ത്, ഇത് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുണ്ട്, ആ നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് നമുക്ക് ഇളക്കി ഇത് റെഡിയാക്കാം. നല്ലൊരൊന്ന് വഴണ്ട് റെഡിയാവട്ടെ. അപ്പോൾ നമ്മുടെ മസാല ഉള്ളി നല്ലപോലെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 2 തക്കാളി ഇട്ടിട്ടുണ്ട്. നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി റെഡിയാക്കാം. അപ്പോൾ നമ്മൾ തക്കാളി ഇട്ടെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ചേർക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് പിന്നെ നമ്മുടെ ഗരം മസാല നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ട്, ആ ഗരം മസാല, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി റെഡിയാക്കി എടുക്കാം. നമ്മുടെ പൊടികളെല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി ഒന്ന് റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞതാ, ഇത് കണ്ടോ. ഇനി നമുക്കിത് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് നല്ല ഫ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ റെഡിയാക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് നമ്മുടെ കക്ക ഇറച്ചി ഇട്ട് നിങ്ങൾ നല്ല ഫ്രൈ ആയിട്ട് എടുക്കുക. അതല്ല ശകലം ചാറ് വേണമെന്നുള്ളവർക്കാണെങ്കിൽ അതുപോലെ ഇച്ചിരി ലേശം വെള്ളം ചേർത്തിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഗ്രേവി ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ കക്ക റെഡിയാക്കി വെച്ചിടാം. ഇതാണ് നമ്മുടെ കക്ക, ഇത് കണ്ടോ. നല്ല പോലെ നമ്മളിത് വേവിച്ചെടുത്ത കക്കയാണ്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടിട്ട് നമുക്ക് ഒത്തിരി വേവിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് വെന്ത കക്ക ആയതുകൊണ്ട്. ഇനി നമ്മൾ ഇതിനകത്തിട്ട് നന്നായിട്ട് ഇളക്കി നല്ല റെഡിയാക്കി നമുക്ക് എടുക്കാം. അപ്പോൾ ഗൈസ്